സത്യമാണ് ഞാൻ പറയുന്നത്. സംശയമുണ്ട് എൻ്റെ മക്കളോട് ചോദിച്ചാൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്താണെന്ന് എനിക്കറിയാൻ മേല. സാറിന്റെ ഒരു മൂവി ഇറങ്ങുമ്പം ട്വിസ്റ്റ് ഇല്ലാതെ ഇപ്പം പറ്റാത്തൊരു അവസ്ഥയാണെന്ന് തോന്നുന്നു പ്രേക്ഷകരുടെ സൈഡിൽ. കഴിഞ്ഞ സിനിമയോടുകൂടി മാറിയിട്ടുണ്ട്. പറയണ്ടല്ലോ മറ്റത് നമ്മള് അതുകൊണ്ടല്ലോ താൻ ഈ സിനിമ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു EMI ഉള്ളതുകൊണ്ടാന്ന് പറയുന്നത്. ഇറിറ്റേറ്റഡ് ആയിട്ടൊന്നും കാര്യമില്ല, ഞാനായിട്ട് വരുത്തി വെച്ചതല്ലേ. ഞാൻ പിന്നെ വല്ലവരുടെ തലയ്ക്ക് വെച്ചിട്ട് കാര്യമില്ല. ഞാനെന്തിനാ ഇറിറ്റേറ്റഡ് ആകുന്നത്? ഇറിറ്റേറ്റഡ് ഒന്നും ആയിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ ഇപ്പം ഞാനൊരു 2-3 സിനിമകൾ എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ച് ഡിഫറെൻ്റാണ്. അതിലൊരു എൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ഉണ്ട്, അത് ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങി. അത് ടോട്ടലി ഞാൻ ഇന്നവരെ എന്നിൽ നിന്ന് ഒരു പക്ഷേ ആരും അങ്ങനെ ഒരു ജോണർ പ്രതീക്ഷിക്കത്തേ ഇല്ല. അങ്ങനത്തെ ഒരു ജോണറാണ്. ചില റൈറ്റേഴ്സ് അവരുടെ സ്ക്രിപ്റ്റ് കാര്യമായിരിക്കും വായിക്കാൻ ഷെയർ ചെയ്യാൻ കൊടുക്കില്ല എന്നുള്ളത്. അത് എനിക്കറിയില്ല, മേ ബി അവരുടെ കോൺഫിഡൻസ് ആയിരിക്കാം. ഗതികേട് കൊണ്ട് ആ സിനിമയുടെ ഒരു രീതി വെച്ചിട്ട് റേപ്പ് അവർ കാണിച്ചേ പറ്റൂ. കാരണം ആ ഒരു പോയിന്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഞാൻ എന്ത് കഷ്ടപ്പെട്ടത് ഷൂട്ട് ചെയ്തെന്നറിയോ. സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞാണോ യെസ് പറഞ്ഞത് അതോ യെസ് പറഞ്ഞിട്ടാ സ്ക്രിപ്റ്റ് കേട്ടത്? ഒരു പൈ എന്നെ വിളിച്ചിട്ട് ചേട്ടൻ എന്താ ഇങ്ങനത്തെ പടം ഒരു ട്വിസ്റ്റും ഇല്ലത്. ഞാൻ പിന്നെ എൻ്റെ പരസ്യത്തിലുണ്ടായിരുന്നു നോ ട്വിസ്റ്റ് നോ സസ്പെൻസ് നോട്ട് ഓൺലി ലൈഫ് ഓഫ് ജോസൂട്ടി എന്നായിരുന്നു പരസ്യമായിരുന്നു. എന്നാലും സാറിൻ്റെ പടം ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നു. എനിക്കൊരു ഭയങ്കര കോംപ്ലക്സ് എടുപ്പുണ്ട്. സുരേഷ് ഗോപിക്ക് അറിയാം ഞാൻ ആ പടം ഒരു പടമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ പുള്ളി എങ്ങനെയെങ്കിലും എനിക്കിത് ചെയ്യാൻ പറ്റും. കാരണം വേറൊരു രീതിയിൽ എനിക്ക് കൺവിൻസ് ചെയ്യാൻ അറിയാമല്ലോ. യെസ്, ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ. ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. സേ യെസ് ടു EMIs, എക്സ്ചേഞ്ചസ് ആൻഡ് മോർ ഓൺലി അറ്റ് ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്. ഓക്സിജൻ, ദി ഡിജിറ്റൽ എക്സ്പെർട്ട്. ഹലോ എവ്രിവൺ, ഞാൻ ശ്രീലക്ഷ്മി സജീവ്. നമ്മളോടൊപ്പം ഇന്ന് വലതുവശത്തെ കള്ളൻ എന്ന സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായി എത്തിയിരിക്കുന്നത് ജീതു ജോസഫ്, ഡിനു, ലിയോണ ആൻഡ് ഗോകുൽ. നമസ്കാരം, വെൽക്കം ടു മൂവി വേൾഡ് മീഡിയ. നമസ്കാരം. ഓക്കെ, സോ ആദ്യം തന്നെ ജനുവരി 30 വലതുവശത്തെ കള്ളൻ റിലീസ് ആവുകയാണ്. എനിക്കൊന്ന് ട്രെയിലർ ഡ്രോപ്പ് ചെയ്തപ്പോൾ തന്നെ അതിഗംഭീരമായിട്ടുള്ളൊരു റിയാക്ഷൻസ് ആണ്, റെസ്പോൺസ് ആണ് നമ്മളുടെ പ്രേക്ഷകരുടെ സൈഡിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് റിവ്യൂവേഴ്സ് അല്ലെങ്കിൽ പ്രേക്ഷകരുടെ സൈഡിൽ നിന്ന് അവരുടേതായിട്ടുള്ള ഇൻ്റർപ്രിറ്റേഷൻസ്, അവരുടേതായിട്ടുള്ള ഈ സിനിമ ഇങ്ങനെയായിരിക്കും അല്ലെങ്കിൽ കഥ ഇങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെ ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ക്യൂരിയസ് ഫാക്ടർ ഉണ്ട്. ആൻഡ് വലതുവശത്തെ കള്ളൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒന്നിൽ കൂടുതൽ കള്ളൻ ഉണ്ടെന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. ആൻഡ് ഇറ്റ് ഹാസ് ഗോട്ട് സംതിങ് ടു ഡു വിത്ത് ക്രൂസിഫിക്കേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്നും തോന്നുന്നു. അങ്ങനെ കുറേ ആൾക്കാർ കമൻറ്റ് ബോക്സിലൊക്കെ പറയുന്നതായിട്ട് കേട്ടു. അപ്പോൾ എനിക്കൊന്ന് നമുക്ക് ജീതു സാറിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു. സാർ, എന്താണ് ബേസിക്കലി ഒരു മൂവിയുടെ ടൈറ്റിൽ? വാട്ട് ഈസ് ഇറ്റ് ബേസിക്കലി? ഞാൻ പറയുന്നതിൽ അർത്ഥമില്ല. ഇതിനെക്കുറിച്ച് അറിയാവുന്നവരത് മനസ്സിലാക്കട്ടെ. ആ ടൈറ്റില് ഇതിന്റെ ഒരു ബേസിക് ഒരു ചെറിയൊരു ഇതിനെ ഒന്ന് മെൻഷൻ ചെയ്യുന്നു അല്ലെ കണക്ട് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ആ ടൈറ്റിലെ ബൈബിളുമായിട്ടും ഇതൊന്നും അങ്ങനെയൊന്നും കണക്ഷൻ അല്ല. വലതുവശത്തെ കള്ളന് ഒരു പ്രത്യേകതയുണ്ട്. അത് ഇതിനകത്തെ ഒരു ക്യാരക്ടറിന് ആ പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ ടൈറ്റിലിന് അങ്ങനെ വലിയൊരു ഇതില്ല, പക്ഷെ കണക്ഷൻ ഇല്ല. ആരാണ് ഈ ഒരു പേര് സജസ്റ്റ് ചെയ്തത്? ആരാണ്? ദിനു തന്നെ കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അത് സിനിമയിലെ ഒരു ചെറിയൊരു ഡയലോഗും ഉണ്ടായിരുന്നു അന്ന്. അത് അപ്പൊ എന്നോട് ഷാജിയേട്ടൻ അത് കേട്ടപ്പോൾ തന്നെ പറഞ്ഞു നമുക്കിത് തന്നെ മതി. ഷാജിയേട്ടൻ പറഞ്ഞു. പിന്നെ സാറിന്റെ അടുത്ത് ഞാൻ അവതരിച്ചപ്പോൾ സാറിന് സാധാരണ ടൈറ്റിലൊക്കെ ചെറിയ 1 വേർഡ്സ് ആവാറുണ്ട്. അപ്പൊ ഞാൻ സാറിനോട് അപ്പൊ ഞാൻ സാറിന് എനിക്കത് മാറണമെന്ന് ടെൻഷൻ. പക്ഷെ സാറ് വായിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞില്ല ഇത് തന്നെ മതി. ഫസ്റ്റ് ഓപ്ഷൻ ഈ ഇത് തന്നെയായിരുന്നു. ഡിനും അങ്ങനെ തന്നെയായിരുന്നു ആദ്യം. അതെ അതെ അതെ. പിന്നെ ഞാൻ മുൻപൊന്നും ഇത്രയും വലിയ പേരുകളൊന്നും ഇടാറില്ല. കുഞ്ഞു എല്ലാവരും ഇംഗ്ലീഷ് പേരുകൾ, ഒറ്റ വാക്കുകളൊക്കെ ആയിരിക്കും ചിന്തിക്കുക. ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു. പക്ഷെ ലാൻഡഡ് എവിടെയോ ഏതൊരു ഘട്ടത്തിൽ ഇങ്ങനെ ഇത് ലാൻഡ് ചെയ്തു. പിന്നെ കഥയ്ക്ക് അഡാപ്റ്റ് ആയിരുന്നു. സോ അങ്ങനെ ഞാൻ സാറിനോട് ഷെയർ ചെയ്തപ്പോൾ സാറ് വായിച്ചിട്ട് സാറും ഓക്കെ പറഞ്ഞു. പിന്നെ അങ്ങനെ എടുത്തു. ഇതിപ്പം ട്രെയിലർ ഡ്രോപ്പ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ ആ ട്രെയിലറിൽ നിന്ന് ഒരുപാട് ഡീകോഡിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുമല്ലോ. ഒബ്വിയസ്ലി അതിപ്പോഴത്തെ ഒരു അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ. അപ്പം അതൊക്കെ കാണുമ്പം ഡിനു ആസ് എ റൈറ്റർ എങ്ങനെയാ തോന്നുന്നത്? അതായത് കഥ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത് നമ്മളുടെ മാത്രം ഒരു കഥയായിരുന്നു. ഇപ്പം ട്രെയിലറാണ് ആദ്യം ഡ്രോപ്പ് ചെയ്യുന്നത്. ട്രെയിലർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ജസ്റ്റ് അതിൻ്റെ ഒരു 1%, 2% അത്രേ ഉള്ളൂ, ഒരു ഗ്ലിംസ് മാത്രമാണ്. അപ്പം അത് ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇപ്പം എല്ലാവരും അതിനെപ്പറ്റി ചർച്ച ചെയ്യാണ്. അതായത് സിനിമ പോലും ആയിട്ടില്ല. അപ്പം എന്താണ് ഡിനു ആസ് എ റൈറ്റർ? ഭയങ്കര ഓവർവെൽംഡ് ആണെന്നറിയാം, ബട്ട് സ്റ്റിൽ എന്തൊരു ഫീലാണ്? എക്സൈറ്റഡ് ആണ്. അതിനേക്കാൾ പുതിയ ഇനി എനിക്ക് സത്യത്തിൽ 30 കഴിഞ്ഞാലാണ് സമാധാനം കിട്ടുള്ളൂ. സിനിമ കണ്ട് ആൾക്കാരുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു കണ്ടാലും മാത്രമാണ്. ഞങ്ങളെല്ലാവരും ഒരു നല്ല സിനിമയായിരിക്കാൻ വേണ്ടി 100% എഫോർട്ട് എടുത്തിട്ടുണ്ട്. എന്താ പറയാ, നല്ലൊരു സിനിമയായിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ ഒരു വലിയൊരു ത്രില്ലറോ ട്വിസ്റ്റുകളോ ടേണുകളോ ഉള്ള ഒരു സിനിമയല്ല.
ഒരു രണ്ടുപേരുടെ ഇമോഷൻസ് അത് മാത്രമാണ് അത്. പിന്നെ അവരെ ചുറ്റുപറ്റുള്ള കുറച്ച് കഥാപാത്രങ്ങൾ, അവരുടെ ഇമോഷൻസ്, അതിലൂടെ ഒരു യാത്ര, അത് തന്നെയാണ് സിനിമ. ഇതില് എന്താ പറയാ, ഒരു ഹൂഡണിറ്റ് സിനിമയല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു വൈകാരികമായ യാത്ര. അങ്ങനെയാണ് ഒരു ഇമോഷണൽ ക്രൈം ഡ്രാമ. അങ്ങനെയാണ് ഞങ്ങൾ ഈ ജോണറെ ഞങ്ങൾ മെൻഷൻ ചെയ്യുന്നത്. ക്രൈം ഡ്രാമ, ക്രൈം ഡ്രാമ അത് ഇച്ചിരി ഇമോഷണലാണ്. പക്ഷെ സാധാ ഇതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ എവിടേക്കോ ഒത്തിരി ആൾക്കാർ മെമ്മറീസും ഒക്കെ ആയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മൂഡ് ഇതാ. പക്ഷെ മെമ്മറീസും ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല, ടോട്ടലി ഡിഫറെൻ്റ് ഒരു ഇതാണ്. അതിൽ തന്നെ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ അതിനകത്ത് ഭയങ്കര സീരിയൽ കില്ലിങ്ങും ഇതൊക്കെ അങ്ങനത്തെ ഇതൊക്കെ പോകുന്നു. ഇതിനകത്ത് ക്രൈമുണ്ട്, പക്ഷേ സാധാരണ എൻ്റെ സിനിമകളിൽ ഒരു ക്രൈമും ഒക്കെ ഉണ്ടെങ്കിൽ അതാരായിരിക്കും ചെയ്തത് അങ്ങനെയൊക്കെ പറഞ്ഞൊരു ഇതില്ലേ. ഇതിനകത്തേക്ക് അങ്ങനെ ഒരു ഇതല്ല, ഒരു സംഭവം ഉണ്ടായി, അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ ആൾക്കാർക്ക് അതൊക്കെ എന്താണെന്ന് മനസ്സിലായി. പിന്നെ അതിനെ തേടിയുള്ളൊരു യാത്രയുണ്ട്, ആ യാത്രയിലുണ്ടാകുന്ന അതിൻ്റെ ഒരു ഇമോഷണൽ ഇതുണ്ട്. അതാണ് കൂടുതലപ്പം സിനിമയിൽ സസ്പെൻസ് അല്ല, ഒരു ഇമോഷൻ ആണ് കൂടുതലായിട്ട് എക്സാക്ട്ലി നിൽക്കുന്നത്. പക്ഷെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരു എന്താ പറയുക, ആൾക്കാർ കുറച്ച് ക്യൂരിയസ് ആയിട്ട് തന്നെ ഇരിക്കുമായിരിക്കും, കാരണം എന്താണ് ഇതെങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ഒരു. ഓക്കെ ഓക്കെ. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ ഒരു സിനിമയിൽ ഇപ്പം ഒരു കാസ്റ്റ് ആണ്. അപ്പം എന്താണ് ഇപ്പം ലിയോണ, ഗോകുൽ രണ്ടുപേരെയും സംബന്ധിച്ചിടത്തോളം ഇപ്പം കഥ പറയുമ്പം എന്തെങ്കിലും ഒരു ആസ്പെക്ട് ഉണ്ടായിരിക്കുമല്ലോ, അതിന് എന്തെങ്കിലും ഒരു എലിമെന്റ് ഉണ്ടായിരിക്കുമല്ലോ നമ്മൾ അട്രാക്ട് ചെയ്യുന്നത്. അപ്പം എന്താണ് ലിയോണയുടെ ഒരു ക്യാരക്ടർ ഈ ഒരു ഇതിനോട് യെസ് പറയാൻ കാണിച്ച ഒരു, എന്താണ് അതിലൊരു അട്രാക്റ്റിംഗ് ഫാക്ടർ ബിസൈഡ്സ് ജീത്തു ജോസഫ് എന്നൊരു ഡയറക്ടർ അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? പറയണ്ടല്ലോ, മറ്റത് നമ്മള് വീണ്ടും പറയണ്ടല്ലോ. അതുകൊണ്ടല്ലോ താൻ ഈ സിനിമ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടു ഇതില് EMI ഉള്ളതുകൊണ്ടാന്ന് പറയുന്നത്. ഇത് മൊത്തത്തിൽ സ്ക്രിപ്റ്റ് മൊത്തം വായിച്ചപ്പോൾ എനിക്ക് ഇതിന്റെ ഭാഗമാവാൻ തോന്നിയിരുന്നു ജെന്യുവൻലി. ആൻഡ് പോലീസ് കഥാപാത്രം ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പോലീസിന് ഡിഫറെന്റ് ഒരു ഷെയ്ഡ്സ് ആയിരുന്നു. മറ്റേ ഭയങ്കര ഡോമിനന്റ് ആയിട്ടുള്ള ഒരു ബോസി പോലീസ് ഓഫീസർ അല്ലാത്ത ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു. വളരെ സബോർഡിനേറ്റ് ആയിട്ട് നിൽക്കുന്ന വളരെ സാധാരണക്കാരിയായ ഒരു പോലീസ് സ്റ്റേഷനിൽ നമ്മളിപ്പോൾ കയറി ചെന്ന ഒരു വുമൻ പോലീസുകാരി ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് അതിൻ്റെ അങ്ങനെ വളരെ അത്രയും സാധാരണയായിട്ടുള്ള ഒരു ക്യാരക്ടർ. അപ്പോൾ അത് എന്നെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തു. ആൻഡ് ആസ് എ ഹോൾ ദ സ്റ്റോറി ഇറ്റ് സെൽഫ് എനിക്ക് വർക്കായി. അത് ചെയ്യാൻ അതിന്റെ ഭാഗമാവാൻ തോന്നി എന്നുള്ളതാണ് ഫസ്റ്റ് അട്രാക്ഷൻ. എന്തെങ്കിലും പ്രിപ്പറേഷൻസ് എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, അതായത് ഈ ഒരു ക്യാരക്ടർ എന്തെങ്കിലും? അല്ല, നമ്മൾ ബേസിക് ആയിട്ട് എടുക്കുന്ന ഈ ക്യാരക്ടർ എന്തായിരിക്കും ഏതായിരിക്കും സാറിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തിരുന്നു. ഇതില് മോസ്റ്റ്ലി ഷീസ് നോട്ട് അറ്റ് ഓൾ എ ലൗഡ് പേഴ്സൺ. അപ്പോൾ എന്താ പറയാ, കുറേയൊക്കെ മനസ്സിലുണ്ട്, പ്രതിഷേധിക്കാൻ തോന്നുന്ന സ്ഥലങ്ങളിൽ പ്രതിഷേധിക്കാതെ ഇരിക്കേണ്ടി വരുന്നതും, ലൈക്ക് എംപത്തി കാണിക്കേണ്ട സ്ഥലത്ത് കാണിക്കാൻ പറ്റാത്തതും, അങ്ങനെയായിട്ടുള്ള കുറേ മൊമെന്റ്സ് വന്നു പോകുന്നുണ്ട്. ബട്ട് ദാറ്റ് ഇസ് നോട്ട് ദ മെയിൻ പ്ലോട്ട്. മെയിൻ പ്ലോട്ടിന്റെ ഒരു ഭാഗമായിട്ട് ഷീസ് ദ കോൺസ്റ്റന്റ് ഓൺ ലുക്കർ എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷൻ നടക്കുമ്പോഴും ഒരു വളരെ ഡിനു പറഞ്ഞ പോലെ വളരെ അൺകോമൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നടക്കുന്ന സമയത്ത് ഈ മെയിൻ ക്യാരക്ടേഴ്സിന്റെ ജേർണി, ഇമോഷണൽ ജേർണിയിലെ ഒരു ഭാഗമാണ് നോയിങ്ലി ഓർ അൺനോയിങ്ലി ആസ് എ പാർട്ട് ഓഫ് എൻ്റെ ക്യാരക്ടറിന്റെ ജോബ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഓൺലുക്കർ ആണ്, ഒരു എല്ലാം കണ്ടു നിൽക്കുന്നു, എല്ലാം മനസ്സിലാവുന്നുണ്ട്, ബട്ട് ഒരു നിസ്സഹായത ഉണ്ടല്ലോ. നമുക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ, നമുക്ക് ഇതിനെ കുറിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, നമ്മുടെ കയ്യിൽ പവർ ഇല്ല, സോ വി കാൻ ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ് എന്ന് വിചാരിക്കുന്ന ഒരു, അപ്പോൾ ദാറ്റ് ഈസ് വെരി റിലേറ്റബിൾ. ആൻഡ് അത് ആ ഒരു അവസ്ഥ പല സ്ത്രീകൾക്കും പല സബോർഡിനേറ്റ്സിനും പല സ്ത്രീകൾക്കും അറ്റ് ഡിഫറെന്റ് പോയിന്റ്സ് ഇൻ ലൈഫ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് വെരി റിലേറ്റബിൾ. അപ്പൊ അതാണ് കൂടുതലായിട്ട് അട്രാക്ട് ചെയ്തത്. ഗോകുലിനോട് പറയുമ്പോൾ പ്രിപ്പറേഷന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല, കാരണം ഇതിനു മുന്നുള്ള സിനിമ നമ്മൾ കണ്ടതാണ്. അത്രയും പ്രിപ്പറേഷൻ ആണ് അതില്. കുളിക്കുന്ന ക്യാരക്ടറാണ് അല്ലേ? അപ്പൊ അതൊരു വലിയൊരു ചേഞ്ച് ആയിരുന്നു.
അപ്പം ഗോകുലിന്റെ സൈഡിൽ നിന്ന് എന്താണ് ആടുജീവിതം കഴിഞ്ഞിട്ടുള്ള മൂവിയാണ്, അപ്പം എന്താണ് എക്സ്പെക്ടേഷൻസ് എന്താണ്? എക്സ്പെക്ടേഷൻസ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് വായിച്ച സമയത്തും ഭയങ്കര ഈ ഒരു ഇതിലുള്ള എല്ലാ ക്യാരക്ടേഴ്സിന്റെയും ഒരു ഇമോഷണൽ ജേർണി ഉണ്ട്. ഇപ്പൊ തുടക്കം മുതൽ എൻഡ് വരെ എല്ലാവരും അതിൽ ഇൻവോൾവ് ആണ്, ഇതിലുള്ള എല്ലാ മെയിൻ ക്യാരക്ടേഴ്സും. അപ്പോൾ അത് ഭയങ്കര ഒരു രസമുള്ളൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ എൻ്റെ ക്യാരക്ടർ, ഞാനിപ്പോൾ ഫിലിപ്പ് എന്നുള്ള ക്യാരക്ടറാണ് ചെയ്യുന്നത്, ആന്റണിയുടെ മകൻ, അതായത് ബിച്ചേട്ടൻ്റെ മകൻ. ആ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പോലീസ് ഓഫീസറുടെ ഒരു മകൻ എന്നുള്ള നിലയിൽ അങ്ങനെ ഉണ്ടാകുന്ന ഒരു അച്ഛനും മകനും തമ്മിലൊരു കോൺഫ്ലിക്റ്റുകൾ, ഒരു ഫാമിലി പരമായിട്ടുണ്ടാകുന്ന അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടാവും. അതിപ്പോൾ അങ്ങനെ കുറേ പേരെ നമുക്ക് കാണാനും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. കുറേ അധികം ആൾക്കാരുണ്ടാവും മേ ബി നമ്മുടെ സമൂഹത്തിൽ. ഇപ്പോൾ ചിലപ്പോൾ തൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാവും, നമുക്ക് അറിഞ്ഞോ അറിയാതെ കുറേ പേരുണ്ടാവും നമ്മുടെ കൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരാളായിരിക്കും അത്. അപ്പൊ അങ്ങനെ കുറെ റിലേറ്റ് ചെയ്യാൻ പറ്റി ഈ ഒരു ക്യാരക്ടറിനെ പറ്റി. ഒരുപാട് റിലേറ്റബിൾ ക്യാരക്ടേഴ്സ് ആണല്ലേ അല്ല, എനിക്ക് തോന്നുന്നു ഈ സിനിമ മൊത്തം എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോ നമ്മുടെ അയൽവക്കത്ത് കണ്ടൊരു ചേട്ടനോ അല്ലെങ്കിൽ നമ്മളെ ഇടയ്ക്ക് കണ്ടൊരു പോലീസുകാരനോ അല്ലെ, അങ്ങനെ അപ്പോ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഈ ഓരോ ക്യാരക്ടേഴ്സിനും. ഇപ്പൊ ചേച്ചി ചെയ്ത ക്യാരക്ടർ ആണെങ്കിൽ നമ്മളെ അയൽവക്കത്തുള്ള ഒരു പാവത്തായിട്ടുള്ള അമ്മ, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറെ ആൾക്കാരെ റിലേറ്റ് ചെയ്യാൻ പറ്റും. എന്താണ് ആക്ച്വലി ഈ ഒരു ക്യാരക്ടർ ഇപ്പം ജിത്തു സാർ ആണോ ആദ്യം വിളിക്കുന്നത് ഗോകുലിനെ? വിളിച്ചത് ആണല്ലേ, ഓക്കെ. ആദ്യം ഇങ്ങനെ ഒരു മൂവി ഉണ്ടെന്ന് അറിഞ്ഞപ്പം അത് സ്ക്രിപ്റ്റ് കേട്ട് കഴിഞ്ഞാണോ യെസ് പറഞ്ഞത്, അതോ യെസ് പറഞ്ഞിട്ടാ സ്ക്രിപ്റ്റ് കേട്ടത്? ഇത് പറഞ്ഞു, ജസ്റ്റ് ഒരു കഥ എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ തന്നു. ആ സ്ക്രിപ്റ്റ് പിന്നെയാണല്ലോ കിട്ടുക, കുറച്ച് വേണ്ടായിട്ട്. ഓക്കെ. അപ്പം ഇപ്പോഴത്തെ ഒരു എന്താണ് ഗോകുലിനെ സംബന്ധിച്ച് കൂടുതലായിട്ടും സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒക്കെ കൂടുതലായിട്ടും ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്? ഓൾമോസ്റ്റ് എല്ലാ ജോണറും ഒന്ന് പരീക്ഷിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇപ്പൊ പണ്ട് നാടകങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അതിലൊരു ഡയറക്ടർ ഉണ്ട്, പ്രിയൻ എന്ന് പറഞ്ഞിട്ട്. ആള് പറഞ്ഞത് അഭിനയത്തിനോട് ഒരു ആർത്തി വേണം എന്നുള്ളത്. അതായത് എന്ത് കിട്ടിയാലും തിന്നുന്നുള്ളൊരു, നമ്മളൊരു 10 ദിവസം പട്ടിണി കിട്ടാനുള്ള ഒരു വിശപ്പുണ്ടാവല്ലോ, അതെല്ലാ ക്യാരക്ടേഴ്സിനോടും വേണം എന്നുള്ളൊരു കാര്യം അന്ന് പറഞ്ഞു. അതിപ്പോഴും എന്റെ മൈൻഡിലുണ്ട്. അപ്പോ ഓരോ തരത്തിലുള്ള സാധനങ്ങള് നമ്മളെ കൊണ്ട് ഒന്ന് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റും, എല്ലാ സാധനങ്ങളും ചെയ്യാന്നുള്ളൊരു കാര്യമുണ്ട്. അതായത് ഇപ്പൊ നാടകത്തിൽ അഭിനയിച്ചെന്ന് പറഞ്ഞില്ല, അതായത് നാടകത്തിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ടോട്ടലി ഡിഫറെന്റ്. ഫിലിമും അതും എനിക്ക് ഡിഫറെന്റ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അവിടെ കുറച്ചും കൂടെ എക്സ്പ്രഷൻസ് കുറച്ചും കൂടെ കൂടുതലായിട്ടാണ് അത് അത് ഇമോഷൻ നമുക്ക് കിട്ടും. അപ്പം ഇത് പറഞ്ഞുകൊണ്ട് പറയണം, അതായത് നമുക്കൊരു പാഷൻ എന്ന് പറഞ്ഞില്ല, അതായത് ഒരു ആക്ടിങ്ങിനോട് ഒരു പാഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാല് ആക്ച്വലി ഇപ്പം എന്ത് കിട്ടിയാലും നമ്മൾ അഭിനയിക്കും. ഇപ്പം സിനിമ ആവണമെന്നൊന്നും ഇല്ല. എനിക്കൊന്ന് ഗോകുല് അങ്ങനെ തന്നെ ആ ഒരു ഇത് തന്നെ ഒരു പാഷൻ തന്നെയാണ് അല്ലേ, അല്ലാതെ സിനിമ തന്നെ വേണം അങ്ങനെ തന്നെ ഉണ്ടോ? അല്ലേ, നാടകവും ഒരു സോളാണ്, സിനിമ ഒരു സോൾ. ഈ അഭിനയം എന്ന് പറയുന്നത് ഒരു സോളിനോട് ഭയങ്കര നിൽക്കുന്ന ഒരു സംഭവമാണ്. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എനിക്ക് ആസ്ട്രോനോട്ട് ആവണമെന്നായിരുന്നു ആഗ്രഹം. അതെന്തുകൊണ്ടാ വെച്ചാൽ ഇൻട്രസ്റ്റ്ലാർ കണ്ടിട്ടാ. ബാഗ് കണ്ടതിന് ശേഷം ഞാൻ ഓടാനൊക്കെ പോയി അങ്ങനെ ഒരു റണ്ണർ ആവാന്നുള്ള രീതിയിൽ ഞാൻ റഗ്ബി കളിക്കാൻ പോയിട്ടായിരുന്നു, കേരള ടീമിലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഓരോ അല്ല, അവസാനമാണ് എനിക്ക് മനസ്സിലായത് സിനിമാതരനായി കഴിഞ്ഞാൽ ഇതെല്ലാം ചെയ്യാം. അങ്ങനെ അങ്ങനെയാണ് അവസാനം ഫിലിമിലേക്ക് എത്തിച്ചേരുന്നത് അല്ലേ? ഓക്കെ. അപ്പം ജിത്തു സാർ, ഇപ്പം നമ്മൾ ട്വിസ്റ്റ് എന്ന് പറഞ്ഞല്ലോ, അപ്പം സാറിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു മൂവി ഇറങ്ങുമ്പം ട്വിസ്റ്റ് ഇല്ലാതെ ഇപ്പം പറ്റാത്തൊരു അവസ്ഥയാണെന്ന് തോന്നുന്നു പ്രേക്ഷകരുടെ സൈഡിൽ നിന്ന്. അപ്പൊ ജിത്തു സാറിന്റെ മൂവിയാണ് എനിക്കറിയത്തില്ല എന്ത് നടന്നാലും, പക്ഷേ ഞാൻ ശരിക്കും പറഞ്ഞ അതിനാ കഴിഞ്ഞ സിനിമ ചെയ്തത്. അത് എന്ത് നടന്നാലും എനിക്ക് തോന്നുന്നു ഇപ്പം സാറൊരു ഫാമിലി ആണെങ്കിലും എന്ത് ചെയ്താലും, കോമഡി പടം ചെയ്താലും സാറിന്റെ ഒരു മൂവി ഇറങ്ങുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ട്വിസ്റ്റ് അനിവാര്യമായിട്ടാണെന്ന് തോന്നുന്നു പ്രേക്ഷകർ എടുക്കുന്നത്. അപ്പൊ അതൊരു എക്സ്ട്രാ ബാധ്യതയായിട്ട് തോന്നുന്നുണ്ടോ, അതൊരു ഇറിറ്റേഷൻ ആയിട്ടൊക്കെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇറിറ്റേറ്റഡ് ആയിട്ടൊന്നും കാര്യമില്ല, ഞാനായിട്ട് വരുത്തി വെച്ചതല്ലേ. ഞാൻ പിന്നെ വല്ലവരുടെ തലയ്ക്ക് വെച്ചിട്ട് കാര്യമില്ല. ഞാനെന്തിനാ ഇറിറ്റേറ്റഡ് ആകുന്നത്? ഇറിറ്റേറ്റഡ് ഒന്നും ആയിട്ട് കാര്യമൊന്നുമില്ല. പല ഒരു ത്രില്ലർ സസ്പെൻസ് സിനിമകളൊക്കെ വരുമ്പോൾ ഞാൻ ഈ ചെയ്ത സിനിമകളിലൊക്കെ ട്വിസ്റ്റ് ഉള്ളതുകൊണ്ട് എല്ലാവരും എനിക്ക് ആകെപ്പാടെ ഞാൻ സർപ്രൈസ് ആയത് ലൈഫ് ഓഫ് ജോസൂട്ടിയുടെ സമയത്ത്
ഒരു പൈ എന്നെ വിളിച്ചിട്ട് ചേട്ടൻ എന്താ ഇങ്ങനത്തെ പടം ഒരു ട്വിസ്റ്റും ഇല്ലത്. ഞാൻ പിന്നെ എൻ്റെ പരസ്യത്തിലുണ്ടായിരുന്നു നോ ട്വിസ്റ്റ് നോ സസ്പെൻസ് നോട്ട് ഓൺലി ലൈഫ് ഓഫ് ജോസൂട്ടി എന്നായിരുന്നു പരസ്യമായിരുന്നു. എന്നാലും സാറിൻ്റെ പടം ആയതുകൊണ്ട് എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒക്കെ ചെയ്തു. അപ്പം ഞാൻ ഇപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. പക്ഷേ ചില ജോണർ സിനിമകൾ വരുമ്പോൾ അതിനകത്ത് നിന്ന് ട്വിസ്റ്റ് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഇത് കൺഫ്യൂസിങ്ങാണ്. ഇത് ഇപ്പം നമ്മൾ ഓഡിയൻസ് അതിനകത്ത് പ്രതീക്ഷ കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ ഷോർട്സും അല്ലെ ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ട്രെയിലർ കാണുമ്പോൾ ഇതൊരു ത്രില്ലർ സിനിമയുടെ എല്ലാ മൂഡും ഉണ്ട്. ഇതിനെ വേണേൽ ത്രില്ലർ എന്ന് വിളിച്ചു, പക്ഷേ എന്തായാലും അതിനകത്ത് ട്വിസ്റ്റും ഇതുള്ളതല്ല. ഇത് ഇമോഷണൽ ഒരു ക്രൈം ഡ്രാമ എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ കറക്റ്റ്. അല്ല, ക്രൈം ഡ്രാമയാണ് കറക്റ്റ് ജോണർ. അത് കുറച്ച് ഇമോഷണലാണ്. അതാണ്. പിന്നെ ബാഗേജ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ, എൻ്റെ സിനിമയിൽ നിന്ന് എല്ലാവരും ട്വിസ്റ്റ് പ്രതീക്ഷിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഇനി സിനിമ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഞാൻ ഇനിയും സിനിമ ചെയ്യും. അപ്പം ഈ അങ്ങനെയുള്ള സിനിമകൾ ചെയ്യുമ്പോൾ, ചില റിസ്കി സിനിമകളൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ സ്വപ്നങ്ങളും എൻ്റെ ഇതും സാക്ഷാത്കരിക്കാനായിട്ട് ഞാൻ വല്ലവരുടെ പൈസ എടുത്തിട്ട് കളിച്ച് അവരെ നശിപ്പിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിരാശൊക്കെ ചെയ്തപ്പോഴും ഞാനിപ്പോൾ എൻ്റെ പ്രൊഡ്യൂസർ മുകേഷ് ശർമ്മ അവരും പടം കണ്ടപ്പോൾ പറഞ്ഞു 50-50 ചാൻസ്, അങ്ങോട്ടും പോകാം ഇങ്ങോട്ടും പോകാം. പക്ഷേ ആ സിനിമ ഒരു നല്ല സിനിമ തന്നെയാണ്. അതിനകത്ത് ആൾക്കാർക്ക് കിട്ടിയ ഇമ്പാക്റ്റിനകത്ത് വ്യത്യാസം ഉണ്ടാവുമായിരിക്കും. അപ്പം നമ്മളത് ഫിനാൻഷ്യലി സേഫ് ആവുന്ന രീതിയിൽ, പ്രൊഡ്യൂസേഴ്സിന് നഷ്ടമില്ലാത്ത രീതിയിൽ ഇത് ചെയ്തു. ഒരു ഗാംബ്ലിംഗ് ആണ് അത് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ആ സൈഡിൽ എനിക്ക് റിഗ്രറ്റ്സ് ഒന്നുമില്ല. പിന്നെ നമ്മൾ ഇനിയും സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ആൾക്കാർ ഇനി അത് പ്രതീക്ഷിച്ച് തെറ്റിദ്ധരിക്കപ്പെട്ട് വരരുതെന്നോർത്ത് പറയുന്നതാണിത്. സാറിനെ സംബന്ധിച്ച് പേഴ്സണലി ഏത് കൈൻഡ് ഓഫ് മൂവീസ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ? എന്തും പിടിക്കും. നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നാലും നമ്മൾ എന്തും പിടിക്കും. അതിപ്പോൾ ഹൊറർ ആണെങ്കിലും കോമഡി സിനിമയാണെങ്കിലും ഈ പറഞ്ഞ പോലെ എന്താ പറയാ, ഏതൊരു ജോണർ മീൻസ് ഹിസ്റ്റോറിക്കൽ എന്തായാലും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് സ്ക്രിപ്റ്റ് ആണെങ്കിൽ പിടിക്കും. ഞാൻ ഒന്നും ആലോചിക്കുന്നത് എൻ്റെ പുറത്തുനിന്ന് നല്ലൊരു സ്ക്രിപ്റ്റ് വന്നാൽ അത് ഡിഫറെന്റ്, വേറെ ഈ ത്രില്ലർ അല്ലാത്തതാണ് ഞാൻ കൂടുതലും താല്പര്യപ്പെടുന്നത്. അതിന് എൻ്റെതായ രീതിയിൽ അതിനൊരു പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം ഒരു ആക്ടറിന് എല്ലാ തരത്തിലുള്ള വേഷങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹമില്ല. എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ഡയറക്ടർ ബേസിക്കലി ഞാൻ എന്നെ ഒരു സ്റ്റോറി ടെല്ലറായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഞാൻ കഥ പറയാം. അപ്പോൾ എല്ലാ വ്യത്യസ്തമായ കഥകൾ പറയണമെന്ന്, കുട്ടികളുടെ സിനിമ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പിന്നെ ഈ അടുപ്പിച്ചടുപ്പിച്ച് കുറേ ഇത് വന്നു. പക്ഷെ ഇപ്പം ഞാനൊരു 2-3 സിനിമകൾ എടുത്തു വെച്ചിരിക്കുന്നത് കുറച്ച് ഡിഫറെൻ്റാണ്. അതിലൊരു എൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് ഉണ്ട്, അത് ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങി. അത് ടോട്ടലി ഞാൻ ഇന്നവരെ എന്നിൽ നിന്ന് ഒരുപക്ഷെ ആരും അങ്ങനെ ഒരു ജോണർ പ്രതീക്ഷിക്കത്തേ ഇല്ല. അങ്ങനത്തെ ഒരു ജോണറാണ്. പക്ഷെ അത് സമയമെടുക്കും, കാരണം ഒത്തിരി പ്രിപ്പറേഷൻസ് വേണ്ട ഒരു സിനിമയാണ്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഫിലിം ഈസ് ഹ്യൂജ്, പക്ഷെ അതിൻ്റെ ഒരു സെറ്റിങ്ങും എല്ലാം ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഡിനുവിന് ഏതൊരു കൈൻഡ് ഓഫ് മൂവീസ് ഒക്കെയാണ് കുറച്ചും കൂടെ എഴുതുമ്പോഴൊക്കെ കൂടുതലായിട്ട് വരുന്നത്? എങ്ങനത്തെ കഥകളൊക്കെയാണ് കൂടുതലായിട്ട് എഴുതാൻ? പേഴ്സണലി ഇമോഷണലി എന്നെ കണക്ട് ചെയ്യുന്നത്. ഞാൻ കുറച്ച് ഇമോഷണൽ ആണ്. പേഴ്സണലി ഇമോഷണലാണ്. ഞാൻ പെട്ടെന്ന് കരയും, പെട്ടെന്ന് എനിക്ക് വിഷമം വരും, എല്ലാം വരും. വേറൊരു എഴുതി വെച്ചെന്ന് പറയുന്നില്ല, ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ ഈ എഴുതിയ ആളാണോ ആ സിനിമ ചെയ്തതെന്ന് ആ കഥ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എന്നോട് തോട്ട് പറഞ്ഞിരുന്നു. ഒരു എൻ്റെ സ്കെച്ചസ് ഒക്കെ എന്നെ കാണിച്ചു. ഞാൻ പറഞ്ഞു പുള്ളി തന്നെ ചെയ്യേണ്ട സിനിമയാണ്. നല്ല ക്യൂട്ടൊരു സാധനം. അപ്പം പുള്ളിയും വ്യത്യസ്തമായ രീതിയിൽ എഴുതാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. ഇമോഷണലി എന്നെ കണക്ട് ചെയ്യുന്ന, നമ്മളെല്ലാവരും കണക്ട് ചെയ്യുന്ന സിനിമകൾ ചെയ്യാം. അതെ, നല്ല സിനിമ ഇനി അങ്ങനത്തെ ചെയ്യാവുള്ളൂ. കാരണം കൂതാശ ചെയ്തു, അതിന് അങ്ങനത്തെ ഒരു ഇതുണ്ട്. ഇതിപ്പോ വലതുദിവസങ്ങളിൽ എഴുതി. ഇനി ആൾക്കാർ പതുക്കെ മറ്റേ രീതിയിലേക്ക് ടാഗ് ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് ആണ്. ഞാൻ ഒരു നല്ലൊരു സിനിമ ചെയ്യാം, നല്ല സിനിമകളുടെ ഭാഗമാകുക എന്ന് പറയുന്നത് തന്നെയാണ് പേഴ്സണലി ആഗ്രഹം. കുറേയധികം പ്രണയം സൂക്ഷിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് അടുത്ത റോംകോമാവാം. ഞാനും പിടിച്ചു റോംകോം. ഞാൻ റോംകോം എഴുതിയിട്ടുണ്ട്. ഞാനിങ്ങനെ എഴുതി പക്ഷെ എനിക്ക് അതിന്റെ പശ്ചാത്തലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചെറിയൊരു സിനിമയാണ്, വളരെ കൊച്ചു സിനിമയാണ്. അതിന്റെ ഒരു പശ്ചാത്തലം ഭയങ്കര രസമാണ്. അതിന് എന്റെ സ്കെച്ച് ഇതൊക്കെ കാണിച്ചു. ഭയങ്കര രസം. അതിന്റെ പേരും രസം, അതൊന്നും ഇപ്പൊ പറയണ്ട. അത് ഭയങ്കര രസമാണ്. അത് നല്ല രീതിയിൽ എടുത്താൽ അതൊരു നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു സിനിമയാണ്. ഇപ്പം ഡിനുവിനെ സംബന്ധിച്ച് ഇപ്പൊ ഒരു കഥ എഴുതുകയാണ്,
കഥ എഴുതി കഴിഞ്ഞപ്പം പലരും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് ഇപ്പം നമ്മളൊരു ഡയറക്ടേഴ്സിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അതിൽ കുറേ ഇംപ്രവൈസേഷൻസ് ഒക്കെ വരാറുണ്ട്. ഇപ്പം നമ്മൾ എഴുതിയതായിരിക്കില്ല, ചിലപ്പം ഡയറക്ടേഴ്സിൻ്റെ ഇൻപുട്ട് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആക്ടേഴ്സിൻ്റെ ഇൻപുട്ട് ഉണ്ടായിരിക്കാം. അപ്പം ഈ ഒരു സിനിമ നോക്കുമ്പോൾ വലതുവശത്തെ കള്ളനെന്ന് നോക്കുമ്പം എന്തെങ്കിലും ഇംപ്രവൈസേഷൻസ് കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുത്തിയിട്ടുണ്ട്? ഞാൻ എഴുതുന്ന സമയത്ത് ഞാൻ എന്നോട് മാത്രം ചർച്ച ചെയ്ത് എൻ്റെ പെർസ്പെക്റ്റീവിൽ മാത്രമാണ് എഴുതുന്നത്. സിനിമ എന്ന് പറയുന്നത് ഞാൻ പേഴ്സണലി എന്താ പറയുക, അതൊരു ടീം വർക്ക് തന്നെയാണ് ബേസിക്കലി. ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ എഴുതി കഴിഞ്ഞൊരു സാധനം, ഒരു സ്ക്രിപ്റ്റ് ഒരു ഡയറക്ടറുടെ അടുത്തോ അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ്റെ അടുത്തോ പിച്ച് ചെയ്യുന്ന സമയത്ത് അവർക്ക് അവരുടെ പെർസ്പെക്റ്റീവിലാണ് അവരത് കാണുന്നത്. അപ്പോൾ അവർക്ക് അവരുടേതായ കുറേ ഇൻപുട്സ് ഉണ്ടാകും, കുറേ പെർസ്പെക്റ്റീവ്സ് ഉണ്ടാകും. ഇപ്പോൾ ഞാൻ ഈ വലതുവശത്തെ കലകളിൽ ഞാൻ എഴുതിയ ഒരു ടൈം ലൈൻ തന്നെ ഞാൻ എഴുതിയിരുന്നത് ഒരു ടൈം ലൈനിലാണ്. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് ഡിസ്കസ് ചെയ്ത സമയത്ത് സാറിൻ്റെ ടീമിൽ നിന്ന് ഒരാളാണ് സതീഷ് ചേട്ടനാണ് ചോദിച്ചത്, നമുക്ക് ഇങ്ങനൊരു സതീഷ് ചേട്ടനാണെന്ന് തോന്നുന്നു ചോദിച്ചു, ഇങ്ങനൊരു സമയത്തിലേക്ക് അത് മാറ്റി കഴിഞ്ഞാൽ അത് ഭംഗിയാവില്ലേ? ആ സമയത്ത് സിനിമയുടെ ഒരു മുഖം തന്നെ കുറേ നമുക്ക് മാറ്റങ്ങൾ വന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഞാൻ ഇങ്ങനെ അതൊരു ബേസിക്കലി ലൈക്ക് ഒരു കൂട്ടായ ഡിസ്കഷൻ. ഞാൻ ഓപ്പൺ ടു നമ്മളത് മറ്റുള്ളവർ എന്താണ് പറയുന്നത് അതിൽ നല്ല കാര്യങ്ങൾ എടുക്കാൻ. ബേസിക്കലി സാറും അങ്ങനെ തന്നെയാണ്. സാറ് ഈ സിനിമ സ്ക്രിപ്റ്റ് സാറിനെ ഏൽപ്പിച്ച് ഫൈനൽ സ്ക്രിപ്റ്റ് ചെയ്തതിന് ശേഷം സാറിനൊരു വിഷൻ ഉണ്ടായിരുന്നു ഈ സിനിമയിൽ, ഈ സീൻ ഇങ്ങനെയായിരിക്കും, ഈ സീൻ ഇങ്ങനെയായിരിക്കും. അതിൽ പിന്നെ സാറിന് അത്രയും സാറ് 100% കൺവിൻസ്ഡ് ആവുകയാണെങ്കിൽ മാത്രമാണ് അതിൽ നിന്നൊരു വരി പോലും സാറ് മാറ്റി ചെയ്യുള്ളൂ. പക്ഷേ സാർ കൺവിൻസ്ഡ് ആണെങ്കിൽ സാർ അത് മാറ്റി ചെയ്യും. എപ്പോഴും നമ്മൾ അത് ഞാൻ സാറിൻ്റെ നിന്ന് പഠിച്ചാണ് സാർ, എപ്പോഴും നമ്മൾ മറ്റുള്ളവരുടെ പെർസ്പെക്റ്റീവ് അവർ ചിലപ്പോൾ അവരുടെ പെർസ്പെക്റ്റീവിൽ എന്താണെന്ന് ചിലപ്പോൾ നമ്മൾ നമ്മുടെ പെർസ്പെക്റ്റീവിൽ മാത്രമല്ല എഴുതുക, അവർക്ക് എന്താണ് പറയാനുള്ളത് അവരുടെ പെർസ്പെക്റ്റീവ് വരുമ്പോഴാണ് നമ്മുടെ ലോജിക് മിസ്റ്റേക്സും എല്ലാം നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ തിരുത്താൻ നമ്മൾ തയ്യാറാകാം. തീർച്ചയായും ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ എഴുതി കഴിഞ്ഞ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട്, എനിക്ക് എത്രയും വിശ്വാസമുള്ള സുഹൃത്തുക്കളോട് ഞാൻ സ്ക്രിപ്റ്റ് അയച്ചു കൊടുക്കും. അപ്പോൾ അവർക്ക് എന്താണ് തോന്നിയത്, അപ്പോൾ അവർ ചിലവരെന്നോട് പറയും ഡീൻ എനിക്ക് ഈ ഭാഗം വർക്കായില്ല, ഈ ഭാഗം വർക്കായില്ല. അപ്പോൾ ഞാൻ ചിന്തിക്കും എന്തുകൊണ്ടായിരിക്കും അവർക്ക് വർക്കാവാത്തത്. ഞാനത് എൻ്റെതായ രീതിയിൽ മാറ്റാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇംപ്രവൈസേഷൻ സിനിമയുടെ ഭാഗമാണ്, റീറൈറ്റിംഗ്. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ചില റൈറ്റേഴ്സ് അവരുടെ സ്ക്രിപ്റ്റ് വേറെ ആർക്കും വായിക്കാൻ ഷെയർ ചെയ്യാൻ കൊടുക്കില്ല എന്നുള്ളത്. അത് എനിക്കറിയില്ല, മേ ബി അവരുടെ കോൺഫിഡൻസ് ആയിരിക്കാം, പക്ഷെ അതത്ര നല്ലതാണോ എനിക്കറിയില്ല. ഞാനൊക്കെ വിശ്വസിക്കുന്നത് വായിച്ച് അത് കുറിച്ചൊന്ന് അതിൻ്റെ ഒപ്പീനിയനൊക്കെ എടുത്ത് അത് അങ്ങനെ പോകുന്നതായിരിക്കും നല്ലത്. സാർ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്ത് ബേസിക്കലി ഒരുപാട് കറക്റ്റ്നെസ് ഉള്ളൊരു കാലഘട്ടമാണല്ലോ. അപ്പം ഇപ്പം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതൊരു നമ്മുടേതായിട്ടുള്ള ക്രിയേറ്റീവ് സ്പേസിനെ അത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് എസ്പെഷ്യലി പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആണ് കൂടുതലായിട്ടും വരുന്നത്. അപ്പം അതൊക്കെ ഒരു ആസ് എ റൈറ്റർ, ആസ് എ ഡയറക്ടർ, നിങ്ങൾ രണ്ടുപേരും റൈറ്റേഴ്സ് തന്നെയാണ്. അപ്പം ആസ് എ റൈറ്റർ അത് എപ്പോഴെങ്കിലും അതൊരു റെസ്ട്രിക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ അതൊരു തടയിടുന്നതായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? രസം എന്നറിയോ പറഞ്ഞ സത്യമാണ് ഞാൻ പറയുന്നത്. സംശയമുണ്ട് എൻ്റെ മക്കളോട് ചോദിച്ചാൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്താണെന്ന് എനിക്കറിയാൻ മേല. അത് പലരും അവിടെ ഇവിടെയൊക്കെ പറഞ്ഞു വന്നപ്പോൾ ചെറുതായിട്ട് ഞാൻ ഊഹിക്കുക തുടങ്ങി ഓർത്തു അത് കൂടുതൽ പഠിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതിനെക്കുറിച്ച് എനിക്ക് അറിയാൻ വേണ്ട, അറിഞ്ഞാലല്ലേ ഇത് വെച്ചാലുള്ള പ്രശ്നമുള്ളൂ, എനിക്കറിയാൻ മേല. അപ്പം പിള്ളേർ എൻ്റെ സിനിമയിൽ ഏതോ ഒരിക്കലും ഇങ്ങനെ ഞാനിങ്ങനെ ഡിസ്കസ് ചെയ്തപ്പം ഓള് പറഞ്ഞു അല്ല ഈ പൊളിറ്റിക്കൽ കറക്റ്റ്, അപ്പം അവർ തമ്മിൽ പറഞ്ഞു അല്ല അതങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഏതാണ്ടൊരു ചെറിയൊരു ഐഡിയ കിട്ടി, പക്ഷെ എനിക്കത് കൂടുതൽ ഫർദർ അറിയാൻ താല്പര്യമില്ല. എനിക്കറിയാൻ താല്പര്യമില്ല. എനിക്ക് തോന്നുന്ന കഥ ആ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വെച്ചിട്ട് അതിനകത്ത് മാറ്റങ്ങൾ വരുത്താൻ ഞാൻ തയ്യാറല്ല. അത് പഠിച്ചിട്ട് ഞാൻ എൻ്റെതായ രീതി എഴുത്തും. അന്ന് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അന്നേരം വരുന്നിടത്ത് വെച്ച് കാണാം, അത്രേ ഉള്ളൂ. അപ്പം സാർ ഇങ്ങനെ സ്ക്രിപ്റ്റ് ഇപ്പം വായിക്കാനൊക്കെ കൊടുക്കുമ്പം അങ്ങനത്തെയൊക്കെ ഫീഡ്ബാക്സ് വരാറുണ്ടായിരുന്നോ? എന്നാൽ എൻ്റെ ഇതിനകത്ത് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് വരാത്തതുകൊണ്ടായിരിക്കും. ഇന്നേവരെ ആരും അങ്ങനെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന്റെ പ്രശ്നം പറഞ്ഞിട്ടില്ല. എനിക്കറിയില്ല, എന്നോട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ദിനുവിനെ സംബന്ധിച്ച് അത് എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ലൈക്ക് എന്താ പറയാ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആവുന്നതുകൊണ്ട് ഇടയ്ക്ക് ഞാൻ ശ്രദ്ധിക്കാറൊക്കെ ഉണ്ട് എഴുത്തുകളിൽ. ഞാൻ പരമാവധി ലൈക്ക് സോഷ്യലി റെസ്പോൺസിബിൾ ആവാൻ നോക്കാറുണ്ട് എന്നൊക്കെ പറയാം. പക്ഷെ സാർ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു കഥാപാത്രം പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെങ്കിൽ ആ കഥാപാത്രത്തെ ഞാൻ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് തന്നെ എഴുതും. ലൈക്ക് ആൾ ഗ്ലോറിഫൈ ചെയ്തിട്ടായിരിക്കില്ല ചിലപ്പോൾ ഒരു പക്ഷേ എഴുതുക എന്ന് മാത്രം. പക്ഷെ പൊളിറ്റിക്കലി എൻ്റെ കഥാപാത്രം പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെങ്കിൽ ഞാനത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന് തന്നെ. എനിക്ക് അതിനകത്ത് പ്രശ്നം എന്താണെന്നറിയോ, ഈ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന ഇതിന്റെ റിഫ്ലക്ഷനാണ് സിനിമ, മനസ്സിലായോ? നമ്മൾ അതിൽ നിന്നാണ് ഇതെടുക്കുന്നത്. അതിനകത്ത് നല്ലതും ചീത്തയുമായ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനെ നല്ലതിനെ മാത്രം എടുത്ത് ഗ്ലോറിഫൈ ചെയ്യുക അങ്ങനെയല്ല. അത് നല്ലതുണ്ട്, നല്ലതും കാണിക്കണം, ചീത്തയാണെങ്കിൽ. പക്ഷെ അത് കാണിക്കുന്ന രീതിക്ക് പ്രശ്നമാണ്. ഇപ്പൊ ഞാൻ പറയാം, റേപ്പ് നമ്മുടെ സൊസൈറ്റി നടക്കുന്ന കാര്യമാണ്.
അതിനെക്കുറിച്ച് പറഞ്ഞേ പറ്റുള്ളൂ. പക്ഷെ അതെങ്ങനെ ഷൂട്ട് ചെയ്യണം എന്നുള്ളതാണ് തിയേറ്ററിൽ ഇരിക്കുന്ന ഓഡിയൻസിന് അത് അലോസരം ഉണ്ടാകത്തില്ല. ഇപ്പം ഞാൻ നേര് ചെയ്തപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തത് ഞാൻ ലൈഫിൽ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു സീൻ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ ഗതികേട് കൊണ്ട് ആ സിനിമയുടെ ഒരു രീതി വെച്ചിട്ട് റേപ്പ് അവിടെ കാണിച്ചേ പറ്റൂ. കാരണം ആ ഒരു പോയിന്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഞാൻ എന്ത് കഷ്ടപ്പെട്ടത് ഷൂട്ട് ചെയ്തെന്നറിയോ അതിന് മുമ്പ് ഇത് ചെയ്ത്. അപ്പം ഇവിടെ നല്ലതും ചീത്തയുമായി സൊസൈറ്റിയിൽ ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സിനിമയെ കാണിക്കും. അത് കാണിക്കുന്ന രീതി ഇപ്പം കൊലപാതകം ഞാൻ കാണിക്കുമ്പോൾ കഴിയുന്നതും ഒത്തിരി ഇട്ട് വെട്ടി ഇത് ചെയ്യുന്ന അത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് കാണിക്കാൻ ഞാൻ താല്പര്യപ്പെടില്ല. അതിനെ ഒന്നെങ്കിൽ സിംബോളിക്കലായിട്ട് കാണിച്ച് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതെങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളൂ. ഇതെല്ലാം പറയേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ ഇത് നല്ലത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ഇപ്പം ലിയോണയിൽ വരികയാണെങ്കിൽ ഇപ്പം നമ്മുടെ ഇനി വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്ന സിനിമയിൽ ഇപ്പം അത് അധികം ലൗഡായിട്ടുള്ള ക്യാരക്ടറൊന്നും അല്ലെന്നല്ലേ പറഞ്ഞു. ഇപ്പം ലിയോണയെ സംബന്ധിച്ച് ഇതൊരു കംഫർട്ട് ക്യാരക്ടർ ആയിരുന്നോ, അത് അല്ലെങ്കിൽ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണോ, അതൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടായിരുന്നോ തോന്നിയത് കേട്ടപ്പം? കംഫർട്ടബിൾ തന്നെ. നമുക്ക് ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദ അറ്റ്മോസ്ഫിയർ യു വർക്കിംഗ് ഇൻ ഓൾസോ. അല്ലാതെ ചാലഞ്ചിങ് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു ക്യാരക്ടറല്ല ഞാൻ പറഞ്ഞു. വളരെ സാധാരണ ഒരു പോലീസുകാരിയുടെ ഒരു ക്യാരക്ടറാണ്. ഇതിനെ നമുക്ക് എത്ര വേണമെങ്കിലും ഇൻറ്റൻസിഫൈ ചെയ്യാം. നമുക്ക് ഇൻ ഡെപ്ത് ഈ ക്യാരക്ടറിനെ കുറിച്ച് പഠിച്ച് വി ക്യാൻ ആക്ട് ഇറ്റ് ഔട്ട് ഹൗ എവർ വി വാണ്ട്. പക്ഷെ പുറത്തേക്ക് ലൈക്ക് സിനിമയ്ക്ക് ഇതാണ് ഷീൽ ബി ഓൾവേസ് ലുക്ക്ഡ് അറ്റ് ആസ് ഒരു സാധാരണ പോലീസുകാരി. ആൻഡ് എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നുണ്ട് മൂപ്പർക്ക് എന്ന് തോന്നിയേക്കാം. അങ്ങനത്തെ ഇൻഡെപ്തേ ഉള്ളൂ. അല്ലാതെ ദർ ഇസ് നോ മറ്റേ ഒരു ഫൈറ്റ് സീക്വൻസ് ആണെങ്കിൽ ചിലപ്പോൾ ചാലഞ്ചിങ് ഫൈറ്റ് സീക്വൻസ് മാത്രമല്ല അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ക്യാരക്ടർ ഇതാകും. ഇത് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഹൈറാർക്കിയുടെ ഒരു ഇതുണ്ട് അവിടെ. ഒരു പോലീസ് സീനിയർ ഉദ്യോഗസ്ഥൻ കാര്യം ചെയ്യുന്നു, അതിനോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിന് അതിന്റെ വഴിക്ക് വിട്ടേ പറ്റുള്ളൂ. പക്ഷെ ചില റിയാക്ഷൻസിലൂടെ പുള്ളിക്കാരത്തിന്റെ അഭിപ്രായ വ്യത്യാസം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ ചെയ്യണം. കാരണം ഷീ സപ്പോസ് ടു ഒബേ ഹെർ സീനിയർ. പിന്നെ നമ്മളുടെ ഈ ഒരു കാസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അത് മെയിൻ 2 കാസ്റ്റ് ജോജി ചേട്ടനും ബിജു ചേട്ടനും. അപ്പം ഇവർ തമ്മിലുള്ള ഇവരുടെ ആക്ടിങ്ങിനെ പറ്റി അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം മത്സരിച്ച് അഭിനയിച്ചതായിരിക്കാം. ഇത് നേരിട്ട് കണ്ടപ്പോൾ, അതായത് ഇപ്പം സ്ക്രിപ്റ്റ് ഡിനുവിനെ സംബന്ധിച്ചിടത്തോളം സ്ക്രിപ്റ്റിൽ എഴുതിയപ്പോൾ അത് നേരിട്ട് കാണുമ്പോഴും എന്തായിരുന്നു അവിടുത്തെ ഒരു സിറ്റുവേഷൻ? അതായത് ഇത് ഈ ഒരു അഭിനയം കാണുമ്പോഴും ഇത് രണ്ടുപേരും മത്സരിച്ച് അഭിനയിച്ച് കണ്ട സമയത്ത് ആ ഒരു ഞാൻ ആയിരുന്നു കണ്ട സമയത്ത് എനിക്ക് ലൈക്ക് എന്താ പറയാ, എനിക്കൊരു ഭയങ്കര കിക്ക് കിട്ടിയിരുന്നു. ആ കിക്ക് എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അത് ആ ഒരു കിക്ക് എനിക്ക് അത് ഓഡിയൻസിലും അത് കിട്ടും. ഇവർ തമ്മിൽ ആ മത്സരിച്ച് അഭിനയിക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നിയിരുന്നു. ആ ഒരു ഇത് ഓഡിയൻസിലേക്കും കിട്ടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇപ്പം റീസെന്റ് മത്സരിച്ച് അഭിനയിക്കുമ്പോഴും അത് ലൗഡും അല്ല. അത് അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരാൾ ചിലപ്പോൾ ഒരാൾ ലൗഡ് ആവുന്ന സമയത്ത് ഒരാൾ അങ്ങനെ ഒരു ഇപ്പം പല സിനിമകൾ ഇറങ്ങുമ്പോഴൊക്കെ ആണെങ്കിലും നമ്മൾ ആസ് എ ഓഡിയൻസ് കണ്ടിട്ട് ഇറങ്ങുമ്പം ചില സിനിമകൾ ഒരു പസില് പോലാണ്. അതായത് നമ്മളത് ഒരുപാട് ചർച്ചകൾ വരും, ഒരുപാട് കോൺവെർസേഷൻസ് വരും. അതായത് അതിൻ്റെ ഇതിങ്ങനായിരുന്നു, അതങ്ങനായിരുന്നു. അപ്പം നമ്മളുടെ ഇടയിലൊരു കുറേ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ വലതുവശത്തെ കള്ളൻ എന്ന് പറയുന്ന സിനിമ കണ്ടിറങ്ങുമ്പം പ്രേക്ഷകർ നിങ്ങൾ ആക്ച്വലി എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? അങ്ങനത്തെ ഒരുപാട് ചർച്ചകൾ വരുമോ, കോൺവെർസേഷൻസ് വരുമോ? ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഒരു ചോദ്യം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ലെറ്റ്സ് സീ, വരട്ടെ, വന്നു കഴിയുമ്പോൾ നമുക്ക് ഇത് ചെയ്യാം. അതിനകത്ത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ചിലപ്പോൾ ചോദിക്കണം എന്നല്ല, ചിലപ്പോൾ ആൾക്കാരുടെ ഉള്ളിൽ ഒരു തോന്നൽ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ചോദിക്കുമായിരിക്കും. അത് നോക്കാം. ഗോകുല് ഇപ്പം ഇനിയിപ്പം നമ്മളിപ്പം ഓരോ ആഗ്രഹങ്ങൾ വരുമ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഒരാഗ്രഹം നേടി, അപ്പം നമ്മൾ ഇനി ആ സ്റ്റെപ്പിൽ നിന്നായിരിക്കും അടുത്തൊരാഗ്രഹം എന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ ഇനി അടുത്തൊരു ആഗ്രഹം എന്താണ്? അതായത് ഇനി എങ്ങനെ ഒരു ഷാറൂഖ് ഖാൻ, അതിൽ കുറഞ്ഞൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തലമുടി നീട്ടിയിട്ടുമുണ്ട്. അപ്പൊ അടുത്ത എങ്ങനത്തെ മൂവീസ് ഒക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹം? ഇപ്പൊ സാറ് പറഞ്ഞ ഇപ്പൊ എല്ലാ ആക്ടേഴ്സിനും എനിക്ക് തോന്നുന്നത് എല്ലാ ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സും ചെയ്യണമെന്ന്
ഒരുപാട് ആഗ്രഹം ഉണ്ടാവും. അത് കുറേ അധികം നമ്മളെ തന്നെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ, എല്ലാ ആക്ടേഴ്സും, ഞാൻ കണ്ട എല്ലാ ആക്ടേഴ്സിനും ആ ഒരു ആർത്തി ഉണ്ട്. ആ ഒരു ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ളതാ ഇവിടെ ഇരിക്കുന്ന ലിയോണ ചേച്ചിക്ക് വരണ്ട്, വരേന്നല്ല ഉണ്ട്. വര കൊണ്ട് അപ്പോ ഒരുപാട് ഒരുപാട് കുറെ കൈൻഡ് ഓഫ് സാധനങ്ങൾ ചെയ്യണമെന്നുണ്ട്. കുറെ പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തുന്ന, ഓഡിയൻസിന്റെ അടുത്ത് നെഞ്ചിൽ സൂക്ഷിക്കുന്ന തരത്തിലുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നുണ്ട്. എല്ലാ തരത്തിലുള്ള ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടേഴ്സും ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ഞാൻ സിനിമ കാണുന്ന പോലെ എനിക്ക് എല്ലാ യോണേഴ്സും ഇഷ്ടമാണ്. അതുപോലെ തന്നെ അഭിനയിക്കാനും എല്ലാ യോണേഴ്സും ഇഷ്ടമാണ്. ഇപ്പം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തൊക്കെ എനിക്ക് തോന്നുന്നു പണ്ടത്തേതിലും അപേക്ഷിച്ച് നോക്കുമ്പം സിനിമയിൽ അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ റൈറ്റേഴ്സിന് ഒരു കണ്ണിൽ പെടാൻ കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് സോഷ്യൽ മീഡിയ ഒക്കെ വന്നതുകൊണ്ട്. അപ്പം ഗോകുലിനെ സംബന്ധിച്ച് ഒരു കറക്റ്റ് ടൈമിൽ എത്തിപ്പെട്ടതായിട്ട് തോന്നുന്നുണ്ടോ സിനിമയിൽ? അങ്ങനെ ചോദിച്ചാ ഇപ്പൊ എനിക്ക് തോന്നുന്നു എക്സ്പോഷർ കൂടുതലാണ്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ കോമ്പറ്റീഷനും കൂടുതലാണ്. എക്സ്പോഷർ കൂടുതലായതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 10-20 വർഷം മുമ്പേ, ഒരു 30 വർഷം മുമ്പേ ഒക്കെ കുറച്ച് നടന്മാരൊക്കെ നമ്മളെ എല്ലാ സിനിമകളിലും കാണുന്ന ഒരുപാട് പേരുണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഇപ്പം കോമ്പറ്റീഷൻ കൂടുതലാണ്. എനിക്കൊന്ന് എളുപ്പമല്ല, കുറച്ചും കൂടി ഹാർഡ് ആവാണ് എനിക്ക് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് കോമ്പറ്റീഷനും. അപ്പൊ അതിൽ നമ്മൾ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ നല്ല പണിയെടുക്കേണ്ടി വരും. പണിയെടുക്കണം. ജീത്തു സാർ ഈ ഒരു സമയത്തായിരുന്നു സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ ഏത് രീതിയിലായിരിക്കും സിനിമയിലേക്ക്? എന്താണ് ഞാനൊക്കെ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഒരു ഇച്ചിരി എളുപ്പം ഉണ്ടായിരുന്നു. അല്ല, പക്ഷെ എൻ്റെ എൻട്രി എന്തോ ദൈവാനുഗ്രഹത്താൽ എളുപ്പമായിരുന്നു. ഞാൻ ഒത്തിരി സിനിമ എന്ന് പറഞ്ഞാൽ ഒരു പടം 1.5 പടം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞൊരു സ്ക്രിപ്റ്റ് എഴുതി. ആ സ്ക്രിപ്റ്റ് സുരേഷ് ഗോപിയോട് പോയി പറഞ്ഞു. അത് എനിക്ക് ഡയറക്റ്റ് ചെയ്യാനും പറ്റി. അപ്പം അതുകൊണ്ട് എനിക്ക് ഒത്തിരി അലയേണ്ട വന്നില്ല. ഫസ്റ്റ് സിനിമ കഴിഞ്ഞിട്ട് സെക്കൻഡ് സിനിമ ചെയ്യാൻ 2.5 വർഷം എടുത്തു, മമ്മി ആൻഡ് മീയിലേക്ക് എത്താനായിട്ട്. അവിടെയാണ് എൻ്റെ ഇത് വന്നത്. അന്നൊക്കെ എന്ന് വെച്ചാൽ ഇപ്പൊ സുരേഷ് ഗോപിയുടെ അടുത്ത് നിന്ന് ഞാനൊരു കഥ നറേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് 2-3 മണിക്കൂർ എടുത്തു. ഞാൻ ഷോർട്ട് വൈസ് ആണ് സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഷോർട്ട് വൈസ് ഇവിടെ ഇങ്ങനെ ഒരു ക്രെയിൻ ഷോട്ട് ആയിരിക്കും ഇത്. കാരണം എനിക്കൊരു ഭയങ്കര കോംപ്ലക്സ് എടുപ്പുണ്ട്. സുരേഷ് ഗോപിക്ക് അറിയാം ഞാൻ ഒരു പടം വർക്ക് ചെയ്തിട്ടുള്ളതെന്നുള്ളത്. അപ്പോൾ പുള്ളി എങ്ങനെയെങ്കിലും എനിക്കിത് ചെയ്യാൻ പറ്റും. കാരണം വേറൊരു രീതിയിൽ എനിക്ക് കൺവിൻസ് ചെയ്യാൻ അറിയാമല്ല. വീട്ടിലൊരു ഹാൻഡിക്യാം ഉണ്ട്. ഹാൻഡിക്യാമിൽ ഷൂട്ട് ചെയ്യും. പക്ഷെ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അത് എഡിറ്റ് ചെയ്യുന്ന പോലെ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഡയലോഗ് എടുത്ത് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ പോയി ലിൻഡയുടെ ഷോട്ട് എടുക്കും, പിന്നെ ഇവിടെ മോളുടെ ഷോട്ട് എടുക്കും. കാരണം എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എൻ്റെ കയ്യിലില്ല. മ്യൂസിക് ചെയ്യാൻ അറിയാം. ചുമ്മാ ഒരു രസത്തിന് എടുത്തു നോക്കിയതാണ്. അതാരെയും കാണിക്കാനൊന്നും പറ്റിയ സാധനമല്ല. ഇപ്പം അങ്ങനെയാണോ? ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനും മ്യൂസിക് ഇടാനും എല്ലാം പറ്റും. അപ്പോൾ ഒരാളുടെ ക്രാഫ്റ്റ് തെളിയിക്കണമെങ്കിൽ ഒരു ഫോണും ഇതും ഉണ്ടെങ്കിൽ ചുമ്മാ ഒരു ചെറിയ ഷോർട്ട് ഫിലിം ചെയ്താൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇവൻ്റെ ഒരു ഐഡിയ സെൻസ് ഉള്ള ഒരാളാണ്. അത് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഇപ്പോൾ ഉണ്ട്. പണ്ട് അതില്ല. രണ്ടും കൽപ്പിച്ച് ആ കഥയും ഇതും കേട്ടങ്ങ് വിശ്വസിച്ച് വരണം. ഞാൻ എനിക്ക് പറഞ്ഞാൽ ഞാനത് സ്ക്രിപ്റ്റ് കൂടെ ചെയ്തുകൊണ്ടായിരിക്കാം സുരേഷ് സാറിന് അന്ന് ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ പുള്ളിക്ക് അത് കൺവിൻസിങ് ആയത്. പക്ഷെ ഒരു തേർഡ് പാർട്ടി സ്ക്രിപ്റ്റ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പുള്ളിയെ മാറ്റാൻ പറഞ്ഞാണ്. മനസ്സിലായത്? എനിക്കത് എങ്ങനെ എന്നെ വിശ്വസിക്കണ്ടേ? അതൊക്കെയാണ് പ്രശ്നം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാണ്. പക്ഷെ കോമ്പറ്റീഷൻ കൂടുതൽ. അന്ന് ഇത്രയും കോമ്പറ്റീഷൻ ഇല്ല. ഈ പറഞ്ഞ പോലെ ആ ഒരു പ്രശ്നമുണ്ട്. ഓക്കെ. ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുള്ളൂ. അതിൽ ഒരു വാക്കിൽ ജസ്റ്റ് ഒന്ന് ഉത്തരം പറഞ്ഞാൽ മതി. കോമൺ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, അത്രേ ഉള്ളൂ. ഓക്കെ, ജസ്റ്റ് ദിസ് ഓർ ദാറ്റ് അങ്ങനത്തെ ഒരു കുറച്ച് ക്വസ്റ്റ്യൻസാ. അപ്പം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഓർ റിവ്യൂവേഴ്സ് വെയിറ്റിംഗ്? ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഓർ റിവ്യൂവേഴ്സ് വെയിറ്റിംഗ്? റിവ്യൂസ് വെയിറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുന്നതാണോ? വെയിറ്റ് ചെയ്യാറില്ല സാർ. എന്റെ സിനിമയാണോ അത്? അല്ല, പൊതുവെ സിനിമ കാണാൻ വന്ന ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോകാനാണോ താല്പര്യം, അല്ല റിവ്യൂസ് ഒക്കെ? ഫസ്റ്റ് ഷോ പോകാൻ പറ്റാറില്ല. എന്റെ പടത്തിന് ഞാൻ പോകാറുമില്ല. എനിക്ക് പലപ്പോഴും കാരണം ഞാൻ മിക്കവാറും എന്തെങ്കിലും യാത്രയിലും ഇതിലുമായിരിക്കും. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്കും ഞാൻ റിവ്യൂസിനെ അല്ല, നമ്മുടെ ടീമിൽ പിള്ളേർ പോയി കണ്ടിട്ട് അവരോട് ചോദിക്കും. അപ്പൊ അവര് ഒരു ഒപ്പീനിയൻ പറയും. സാർ എങ്ങനെയാന്ന് പറയും. അത് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് പിള്ളേര് അവർ രണ്ടുപേരും പോവും, ലിൻഡയും പോവും. അങ്ങനെ പിന്നെ നമ്മുടെ ടീമിലുള്ളവർ പോവും. അങ്ങനെ കയ്യില് കാശും സമയം അനുസരിച്ച്. ഓക്കെ, അടുത്തത് നൈറ്റ് ഷൂട്ട് ഓർ ഏർലി മോർണിംഗ് ഷൂട്ട്? ഏർലി മോർണിംഗ് ഷൂട്ട്.
ഏർലി മോർണിംഗും നൈറ്റും ഇടയിൽ പറ്റുമോ? രാവിലെ 8-നും വൈകുന്നേരം 8-നും ഇടയ്ക്കായിട്ടാണ് പുള്ളി പോകുന്നത്. ഓക്കെ അതിന് അങ്ങനെ സാധാരണ സമയം ഡേ പുള്ളി അതുകൊണ്ടാണ് പുള്ളി day shoot പുള്ളി പലവടം വിട്ട് കളയുന്നത് അതുകൊണ്ടാണ്. ഡേ ഷൂട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പടം വരുന്നില്ല എന്റെ കൂടെ. OTT വാച്ച് ഓർ തിയേറ്റർ വാച്ച്? തിയേറ്റർ വാച്ച്. തിയേറ്റർ വാച്ച് അത് അറിയാം. ത്രില്ലർ ഓർ ഫൺ സിനിമ? ഫൺ സിനിമ എന്ന് പറയുമ്പോൾ ത്രില്ലറും ഫണ്ണല്ലേ? എന്നുവെച്ചാൽ ഭയങ്കര ചിരി കോമഡി ഒക്കെ രണ്ടും ഉള്ള ഇഷ്ടമാണ്. രണ്ടും ഇഷ്ടം. രണ്ടും. ലിയോണയ്ക്ക് ഫൺ ഫൺ സിനിമ. ഇന്റർവ്യൂവിൽ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യം പക്ഷെ ആരും അങ്ങനെ ചോദിക്കാറില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു ചോദ്യം ഉണ്ടോ? അത് ചോദിക്കാനാണോ? അങ്ങനെ ചോദിക്കും. ഇല്ല, അങ്ങനെ ഒരു ചോദ്യം ഇല്ല, എല്ലാം ചോദിച്ചു. ഈ ചോദ്യമായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചത്. അതെ, ഈ ചോദ്യം ഇനി ഈ ഒരു മൂവിക്ക് വേണ്ടി ഒരു ഇമോജി ഒന്ന് ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഒരു ഇമോജി. ഓക്കെ, ഞാൻ കാണിച്ചു. സാർ മിസ് ചെയ്തു. അല്ല അത് ആക്ടേഴ്സ് കാണിച്ചു ഒരു ഇമോജി. നവരസങ്ങൾ കാണിക്കാം എന്നാണോ? ഗോകുലിന്റെ എന്തായിരിക്കും ഇമോജി? ഓക്കെ. ഇനി ലാസ്റ്റ് നമ്മുടെ വലതുവശത്തെ കള്ളന് ഒരു വാക്കില് എന്ത് പറയാൻ പറ്റും അത് വെച്ച് നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യാം. 1 word ഫോർ ദിസ് മൂവി. 1 2 3 അറിയാം. 1 2 3 ഇമോഷണൽ ക്രൈം ഡ്രാമ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇത്രയും താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം നമ്മളുമായിട്ട് വിശേഷങ്ങൾ പങ്കുവെച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു. യെസ്, ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ഹോം അപ്ലയൻസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനും ഈ വർഷത്തെ ഏറ്റവും വലിയ ഓഫറുമായി ഓക്സിജൻ ഇയർ ആൻഡ് സെയിൽ ആരംഭിച്ചിരിക്കുന്നു. Say yes to EMIs, exchanges and more only at Oxygen, the digital expert. Oxygen, the digital expert.